ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ വാക്കുകൾ എപ്പോഴും വിഷയാത്മകമായാൽ മനസ്സും വിഷമയമായിരിക്കും. വിഷയങ്ങൾ നമ്മുടെ ഒരു ശരീരത്തെ നശിപ്പിക്കാൻ മാത്രമേ പര്യാപ്തമാകൂ. വിഷമകത്ത് ചെന്നാൽ നമ്മുടെ ഈ ശരീരം നാശത്തിന് വിധേയമാകും. എന്നാൽ വിഷയങ്ങളാകട്ടെ അനേക ശരീരങ്ങളെ നശിപ്പിക്കാൻ പര്യാപ്തമായവയാണ്. അതിനാൽ വിഷയങ്ങളെ വിഷം പോലെയായിരിക്കണം നാം കാണേണ്ടത്. ഉദാഹരണമായി, നല്ല സ്വാദിഷ്ടമായ ഒരു ഭക്ഷണം, പായസം കഴിക്കുന്ന ഒരാൾക്ക് പായസം നല്ല ഇഷ്ടമാണല്ലോ. എന്നാൽ ആ പായസം തൻ്റെ മുമ്പിൽ എത്തിച്ചു, ആർത്തിയോടുകൂടി കുടിക്കാൻ നമ്മൾ ശ്രമിച്ചു. അപ്പോഴാണ് ആ പാചകക്കാരൻ വന്ന് പറയുന്നത് അതിൽ അല്പം വിഷം വീണിട്ടുണ്ട് അറിയാതെ എന്ന്. ഒരു തുള്ളി വിഷം അതിൽ വീണ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എത്ര സ്വാദിഷ്ടമായാലും എത്ര ഇഷ്ടപ്പെട്ടതായാലും കഴിക്കുമോ? അത് നാം കഴിക്കില്ല, അത് അവിടെ തന്നെ വയ്ക്കും. അതുപോലെ ഈ ലോകത്തിലെ നാം അനുഭവിക്കുന്ന ശബ്ദസ്പർശ രൂപരസ ഗന്ധാദികളെല്ലാം വിഷയമയമാണ് എന്ന് ബോധിച്ചാൽ, അല്ലെങ്കിൽ ഈ വിഷയങ്ങളൊക്കെ വിഷമയമാണ് എന്ന് ബോധിച്ചാൽ വിഷയങ്ങൾ അനുഭവിക്കാൻ നമുക്ക് ഒട്ടും താല്പര്യം ഉണ്ടാവുകയില്ല. കാരണം ഇത് നമ്മുടെ ജീവനെ ബന്ധിപ്പിക്കുന്നതാണ്. വിഷയങ്ങളൊക്കെ നമ്മെ ബന്ധിപ്പിക്കുന്നതും നിർവിഷയം നമ്മെ മോചിപ്പിക്കുന്നതുമാണ്. പരമമായ സുഖവും സ്വാതന്ത്ര്യവും തരുന്നത് നിർവിഷയമാണ്. നമ്മൾ ധരിച്ചിരിക്കുന്നു നമുക്ക് സന്തോഷിക്കാൻ ആനന്ദിക്കാൻ ധാരാളം വസ്തുക്കൾ വേണം എന്ന്. വാസ്തവത്തിൽ വസ്തുക്കളല്ല സുഖദായകമായത്. സുഖം എന്നത് നമ്മുടെ സഹജമായ അവസ്ഥയാണ്. ആ സഹജമായ അവസ്ഥയെ ഇല്ലാതാക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ചലനമാണ്. ആ ചലനം എപ്പോൾ നിശ്ചലമാകുന്നുവോ അപ്പോൾ യഥാർത്ഥ സുഖം നമുക്ക് അനുഭവവേദ്യമാകും. എന്നാൽ മനസ്സൊരിക്കലും ചലിക്കാതിരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. മനസ്സിനെപ്പോഴും ഇന്ദ്രിയങ്ങളിൽ കൂടി വിഷയങ്ങളുടെ പിന്നാലെ പോകണം. അങ്ങനെ പോയി ഓരോ സ്ഥലത്തു നിന്നും കൊണ്ടുവരുന്ന ഓരോന്നും മനസ്സ് ജീവനെ കാഴ്ചവെക്കുന്നു. ജീവനാകുന്ന നമുക്ക് കാഴ്ചവെക്കുന്നു. ആ കാഴ്ചകൾ ഓരോന്നും ജീവനെ ദുരിതത്തിലാക്കുന്നു. അപ്പോൾ ജീവൻ്റെ സർവ്വദുഃഖത്തിനും കാരണം തൻ്റെ ഉപകരണമാകുന്ന മനസ്സ് തന്നെയാണ്. എന്നാൽ ആ മനസ്സ് നിർവിഷയമായാലോ, വിഷയചിന്തയില്ലാതെ മനസ്സ് താൻ എവിടെ നിന്ന് വന്നോ തൻ്റെ ഉറവിടത്തിലേക്ക് മനസ്സ് തിരിച്ചു പോയാൽ അവിടെ മനസ്സിൻ്റെ നിശ്ചലതയാണ്. മനസ്സിൻ്റെ നിശ്ചലത പരമമായ സുഖത്തിന് കാരണമായി ഭവിക്കുന്നു. ഇവിടെ ഒരു കവി പറയുകയാണ്, ശൃംഗാരകാര്യങ്ങളുരച്ചുകൊണ്ടും ധനാർജനത്തിൻ വഴിയോർത്തുകൊണ്ടും നിരർത്ഥമാം ചർച്ചകൾ ചെയ്തുകൊണ്ടും ജന്മം നശിപ്പിക്കുകയാം വിമൂഢർ. ബുദ്ധിമാന്മാർ എന്ത് ചെയ്യും എന്ന് നാം ഇതിനു മുമ്പ് കണ്ടു കഴിഞ്ഞു. എന്നാൽ മൂഢന്മാരെന്താണ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ശൃംഗാരകാര്യങ്ങൾ ഉരച്ചുകൊണ്ടും അവർക്കെന്താ പറയാനുള്ളത്? ശൃംഗാരകാര്യങ്ങൾ, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആ അടുപ്പത്തെയും അവരുടെ വാക്കുകളെയും, അതാണ് ശൃംഗാരകാര്യങ്ങൾ ഉരച്ചുകൊണ്ടും
പിന്നെയോ ധനാർജനത്തിൻ വഴിയോർത്തുകൊണ്ടും. കാമുകന്മാർക്ക് എപ്പോഴും പറയാനുള്ളത് കാമുകന് കാമുകിയെക്കുറിച്ചും കാമുകിക്ക് കാമുകനെക്കുറിച്ചുമാണ്. ഇതാണ് ശൃംഗാരകാര്യം. അങ്ങനെയുള്ള ശൃംഗാരകാര്യങ്ങൾ ഉരച്ചുകൊണ്ടും നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുന്നതിൽ ഏറ്റവും ഉത്തുംഗ ശൃംഗത്തിൽ വർത്തിക്കുന്നതാണ് ശൃംഗാരം. ആ വാക്ക് തന്നെ എന്താ? ഏറ്റവും ഏകാഗ്രത ഉണ്ടാക്കുന്നത്, ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് വർത്തിക്കുന്നതാണ് ശൃംഗാരം. ശൃംഗം എന്നാൽ കൊടുമുടി എന്നാണ് അർത്ഥം. കൊടുമുടിയിൽ നമ്മെ എത്തിക്കുന്നതാണ് ശൃംഗാരം. ശൃംഗാരകാര്യങ്ങൾ ഉരച്ചുകൊണ്ടും ധനാർജനത്തിൻ വഴിയോർത്തുകൊണ്ടും. അതുപോലെ തന്നെ മറ്റൊന്നാണ് പണം ഉണ്ടാക്കാനുള്ള ആഗ്രഹം. എന്ത് ചെയ്താൽ എവിടെ പോയാൽ പണം കിട്ടും. ഇതാണ് സമ്പാദിക്കാൻ സാധിക്കും, സമ്പത്തുണ്ടാകാൻ സാധിക്കും. അതിനുവേണ്ടി ഗൾഫിൽ പോകുന്നു, വിദേശത്ത് പോകുന്നു, അവിടെ ജോലി അന്വേഷിക്കുന്നു. ചിലർ അവിടെ ഉയർന്ന നിലയിലെത്തി ജീവിക്കുന്നു. ചിലരാവട്ടെ അവിടെ നിന്നും പോയ കടം പോലും വീട്ടാൻ കഴിയാതെ കടക്കാരനായി തിരിച്ചു പോരുന്നുണ്ട്. അപ്പം നമ്മൾ കണക്ക് കൂട്ടുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങളുടെ കിടപ്പ്. അങ്ങനെ ധനാർജനത്തിൻ വഴിയോർത്തുകൊണ്ടും നിരർത്ഥമാം ചർച്ചകൾ ചെയ്തുകൊണ്ടും ഒരർത്ഥവുമില്ലാത്ത വാദപ്രതിവാദങ്ങൾ നടത്തി ചായക്കടയിലും അതുപോലെ ഷാപ്പിലും അതുപോലെ മദ്യശാലയിലും എല്ലാം ഒരർത്ഥവുമില്ലാത്ത വാക്കുകൾ സംസാരിച്ചുകൊണ്ടും ജന്മം നശിപ്പിക്കുകയാം മൂഢരായ മനുഷ്യൻ തങ്ങളുടെ ഈ ജന്മം നശിക്കുകയാണെന്നറിയാതെ ഈ ജന്മത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശൃംഗാരകാര്യങ്ങൾ ഉരച്ചുകൊണ്ടും ധനാർജനത്തിൻ വഴിയോർത്തുകൊണ്ടും നിരർത്ഥമാം ചർച്ചകൾ ചെയ്തുകൊണ്ടും ജന്മം നശിപ്പിക്കുകയാം വിമൂഢർ.